ഗൈസ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂടുകാലം തുടങ്ങിയിട്ടുണ്ട്, ചൂടും തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തണുത്താലോ? അതെ, ഇന്നൊരു കൂളറാണ്, അല്ലെങ്കിൽ ഒരു എയർ കൂളറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു റൂമിലിരിക്കുകയാണെന്ന് വിചാരിക്കാം, ഒരു ടേബിളിൽ എന്തെങ്കിലും വായിക്കുകയോ എഴുതിയോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വിചാരിക്കാം. നമുക്കൊന്ന് തണുക്കണം തോന്നി, എന്താ ചെയ്യുക? നമ്മുടെ ഈ ഒരു കൂളർ ഓൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 2-3 പ്ലാസ്റ്റിക് ബോട്ടിലും 2 ഫാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂളറാണ്. അതേപോലെ കാണാനും നമുക്ക് ആ ഒരു റൂമിൽ ഭംഗിക്കായിട്ടും കൂടി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൂളർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ അച്ചാറിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇതുപോലെ 7-അപ്പിൻ്റെയോ അല്ലെങ്കിൽ പെപ്സിയുടെയോ ഒക്കെ ഒരു കുപ്പി വേണം. ആ ഒരു കുപ്പിയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ നമുക്കൊന്ന് ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യം എടുത്തിട്ടുള്ള ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് വെച്ച് ആ ഒരു കുപ്പിയുടെ അളവിൽ അതിലൊരു വട്ടം വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ആ ഒരു വട്ടവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു കുപ്പി അതിൻ്റെ അകത്തേക്ക് കടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാം. കറക്റ്റായിട്ടുണ്ട്. ഇനി ആ ഒരു കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതേ അളവിൽ തന്നെ ഒരു വട്ടം കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു കുപ്പി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ശക്തിയായിട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കയറ്റി കൊടുത്ത ഈ കുപ്പിയുടെ ഞാനിപ്പോൾ ഈ കൈ പിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതായത് ഒരു കുഴൽ പോലെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇത് അവിടെ നന്നായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുമുണ്ട്. പിന്നീട് ആ ഒരു കുപ്പിയിലുള്ള ആ ഒരു പേപ്പറും സ്റ്റിക്കറൊക്കെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അവിടെയൊക്കെ കുറേ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിനായിട്ട് ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ആ ഒരു ഗ്യാപ്പൊക്കെ, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ നിറക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് വെള്ളം പോകാൻ വേണ്ടി പാടില്ല, ലീക്ക് ആവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് മാക്സിമം നല്ല രീതിയിൽ തന്നെ വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെ അവിടെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇതുപോലെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ലീക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുറച്ച് ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അടപ്പ് എന്ന് പറയുന്നത് ഒരു പഴയ പാത്രം ആയതുകൊണ്ട് പഴയ ലുക്കാണ് ഉള്ളത്. ആ ഒരു ലുക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഇതിനായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ കാർപ്പറ്റ് എടുത്ത് ഇതുപോലെ ആ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കാർപ്പറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും കയറോ മറ്റും ചുറ്റി ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ കുറച്ച് ചണത്തിൻ്റെ നൂലെടുക്കുന്നു. നമുക്ക് ആ ഒരു കുപ്പിയെ ഒന്ന് ലുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സംഭവങ്ങളൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ആ ഒരു കുപ്പിയെ കാണുമ്പോൾ കുറച്ചൊരു വൃത്തിയുള്ളതാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കാണാനൊരു ഭംഗിയുള്ളതാക്കിയിട്ട് എടുക്കണം. അത്രമാത്രമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു സംഭവം ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു കയറൊക്കെ എടുത്തത് ഇങ്ങനെ ചുറ്റി ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഒരു അടപ്പ് കൂടി അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാനായിട്ട് ഉണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഫാനാണ്. അപ്പോൾ ഞാൻ 2 എക്സോസ്റ്റ് ഫാനുകളാണ് എടുക്കുന്നുള്ളത്. കുഞ്ഞ് എക്സോസ്റ്റ് ഫാനുകൾ എടുക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷനുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ 2 ഫാനിൻ്റെയും നെഗറ്റീവ് ഭാഗങ്ങൾ തമ്മിൽ ഞാൻ പിരിച്ചു വെക്കുന്നു. അതേപോലെ തന്നെ പോസിറ്റീവ്, അതായത് ചുവന്ന വയറുകൾ തമ്മിലും കറുത്ത വയറുകൾ തമ്മിലും പരസ്പരം ഒന്ന് ബന്ധിപ്പിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് ഞാനൊരു ഫീമെയിൽ പോർട്ടാണ് എടുക്കുന്നുള്ളത്. 12 വാട്ടിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനത്തെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പോസിറ്റീവ് വയറിൻ്റെ അറ്റത്തായിട്ട് ഒരു കുഞ്ഞ് സ്വിച്ച് കൂടി ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ഒരു ചോന്ന വയർ നമ്മുടെ ഫാനിൻ്റെ ചോന്ന വയറുമായിട്ട്, അതായത് പോസിറ്റീവുമായിട്ടും നെഗറ്റീവുമായിട്ടും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൂളറിൻ്റെ കണക്ഷനൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫാനുകളെയും അതേപോലെ ഈ ഒരു സ്വിച്ചും വയറൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കൂളറിൻ്റെ കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഒരു 12 വാട്ടിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് കറങ്ങുന്നുണ്ട്. ഇനി ഈ ഒരു ഫാൻ എടുത്തതിന് ശേഷം നമ്മുടെ കൂളറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളുന്ന രീതിയിലും ഈ ഒരു ഭാഗത്തെ ഫാൻ എന്ന് പറയുന്നത് പുറത്തുള്ള കാറ്റിനെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലുമാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആ ഒരു വയറുകളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ആ ഒരു വയറും സ്വിച്ചൊന്നും കാണാത്ത രീതിയിൽ നമ്മുടെ ആ ഒരു കയറുകൾ ഇതേപോലെ ചുറ്റി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂളർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫ്രിഡ്ജിലോ മറ്റും വെച്ചിട്ടുള്ള തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു. അതായത് അതിൻ്റെ അകത്തുള്ള ഒരു കുഴലുണ്ടല്ലോ, നമ്മുടെ ആ ഒരു പെപ്സി ബോട്ടിലുണ്ടല്ലോ, അതിനെ പരമാവധി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഐസ് ക്യൂബുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെ അകത്തിട്ട് പരമാവധി അതിനെ തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അതിലൂടെയാണ് നമ്മുടെ കാറ്റ് കടന്നു പോകുന്നുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റ് തണുക്കണം എന്നുണ്ടെങ്കിൽ പരമാവധി ആ ഒരു കുഴലും തണുക്കേണ്ടതാണ്.
അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കുഴലിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം ഒഴിക്കണം എന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് പവർ കൊടുക്കണം. അതായത് ആ ഒരു ഫാൻ കറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 വാട്ടിൻ്റെ അഡാപ്റ്റർ എടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിലും ഈ ഒരു സാധനത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഇതെടുത്ത് നമ്മുടെ റൂമിൽ വെക്കുന്നു. അപ്പോൾ റൂമിൽ ഈ ഒരു ഭാഗത്തുള്ള കാറ്റ് ഈ ഒരു ഫാൻ വഴി ശക്തിയായിട്ട് അകത്തേക്ക് തള്ളുന്നു. അപ്പോൾ അകത്ത് തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു കുഴലിൽ തണുത്ത വെള്ളത്തിൻ്റെ സമ്പർക്കം മൂലം എന്തായാലും തണുത്തിരിക്കും. ആ ഒരു തണുത്ത കുഴലിൽ കൂടി കടന്നു പോകുന്ന ചൂട് കാറ്റിലെ ചൂട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു കാറ്റ് തണുക്കുകയോ ചെയ്യാം. അങ്ങനെ തണുക്കുന്ന കാറ്റ് ഈ ഒരു പുറത്തുള്ള ഈ ഒരു സൈഡിലുള്ള ഫാൻ വഴി ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഒരുപാട് സമയം ചെയ്യുമ്പോൾ നമ്മുടെ റൂമിലുള്ള ചൂട് കാറ്റൊക്കെ തണുത്തതായിട്ട് മാറുകയും നമുക്ക് നല്ലൊരു റിലാക്സ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റൂമിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ LED ലൈറ്റിൻ്റെ ഒക്കെ മുകളിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂം അലങ്കരിക്കാനുള്ള ഒരു സാധനമായിട്ടും റൂമിൻ്റെ ഭംഗി കൂട്ടാനുള്ള ഒരു സാധനമായിട്ടും നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന കൂളറുകൾ ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് കാറ്റടിച്ച് ആ ഒരു കാറ്റ് തിരിച്ചു തരികയല്ല ഈ ഒരു സാധനം ചെയ്യുന്നുള്ളത്. ഒരിക്കലും ഈ ഒരു കൂളർ ഡയറക്റ്റ് വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഈ ഒരു കൂളറിനില്ല. നല്ല തണുത്ത കാറ്റ് മാത്രമാണ് ഈ ഒരു കൂളർ നമുക്ക് നൽകുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെയാണ്, വീഡിയോ ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒപ്പം വരുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.